ഇന്നലെ വൈകുന്നേരം ഇത്ര വെള്ളമില്ല ഇവിടെ. ഇന്നിപ്പം രാവിലെ മുതൽ നല്ല കൂടുതലാണ്. ഇനി ഇവിടെ എന്തിനൊക്കെ താഴെ ഇനി വെള്ളം ഇപ്പോൾ കൂടിയതാണ്. ഇപ്പോൾ ഒന്നൊരു 4-5 ആൾ വെള്ളം കൂടിയിട്ടാണ്. ഈ മതിൽ തന്നെ ഒരു 2-3 ആളെ ഉയരം. അപ്പോൾ മതിൽ അന്നൊന്നും പിന്നെ ഇറക്കില്ല ഇനി വെള്ളം ഉണ്ടായിനി. നമ്മൾ അങ്ങാടി മേലോട്ട് കയറിയിട്ടില്ലേ, പാട്ടം താഴെ ഇനി വെള്ളം. ഇന്നിപ്പോൾ മേലെ ഭാഗത്തേക്ക് കയറി ഒന്നായിട്ട് വെള്ളം കൊണ്ട് കിടയായി. എല്ലാ ഭാഗങ്ങളും വെള്ളം തന്നെ. ഇളമരം പുഴയപ്പോഴല്ല ഇപ്പോൾ ഈ മരം വന്ന് അടഞ്ഞിട്ടാണ് ഈ പാലത്തിന് വലിയ ബുദ്ധിമുട്ടാവും സംഭവം. പക്ഷേ വെള്ളം വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെള്ളം ഇതാകുമ്പോഴേ ബ്ലോക്കായി കഴിഞ്ഞാലും പ്രശ്നമാണ്. നല്ല കുത്തിയേക്കുള്ള വെള്ളം അടിയൊഴുക്കും ഉണ്ട്, മരങ്ങളും വരുന്നുണ്ട്. കണ്ടാലും അറിയാം, നല്ല മരവും വരുന്നുണ്ട്. നല്ല സ്പീഡിലാണ് വെള്ളം കയറുന്നത്, നല്ല സ്പീഡിലാണ്. പെട്ടെന്ന് വെള്ളം കയറി വരുന്നുണ്ട്. ഇനി ഉരുൾ പൊട്ടാക്കട്ടെ തന്നെ നമ്മളെ പ്രാർത്ഥന, അല്ലെങ്കിൽ അതും പ്രശ്നമാണ്. കനത്ത മഴയെ തുടർന്ന് പുഴകൾ കരകവിഞ്ഞതോടെ മാവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മാവൂരിൽ 120-ലധികം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 16 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. അവശേഷിക്കുന്നവർ ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയം, മണക്കാട് GUP സ്കൂൾ, വെള്ളന്നൂർ GLP സ്കൂൾ, പൈപ്പ് ലൈൻ, സെന്റ് മേരീസ് സ്കൂൾ, മാവൂർ GHSS, മാവൂർ GMUP സ്കൂൾ, മാവൂർ ബഡ്സ് സ്കൂൾ എന്നിവിടങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മാവൂർ കോഴിക്കോട് മെയിൻ റോഡിൽ വെള്ളം കയറി തുടങ്ങിയത്. വീട്ടിൽ സാധനങ്ങൾക്ക് മേലോട് കയറ്റി, പക്ഷേ 2ാം നിലയിലേക്കും വെള്ളം കയറുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രോഗികളുണ്ട്, കുറേയൊക്കെ രോഗികളെ പുറത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മേച്ചേരിക്കുന്ന സ്കൂളിൻ്റെ ഭാഗത്തുള്ള ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മാവൂർ പുൽപ്പറമ്പ്, ചെറുപ്പ, കുറ്റിക്കടവ്, മാവൂർ പൈപ്പ് ലൈൻ, കച്ചേരിക്കുന്ന്, തെങ്ങലക്കടവ്, ആയംകുളം, കൽപ്പള്ളി, ആയംകുളം, പാഴൂർ, പുൽപ്പറമ്പ്, ചെറുപ്പ, കുറ്റിക്കടവ്, മാവൂർ പൈപ്പ് ലൈൻ, കച്ചേരിക്കുന്ന്, തെങ്ങലക്കടവ്, ആയംകുളം, കൽപ്പള്ളി, ആയംകുളം, പുലപ്പാടി, കമ്പളത്ത്, കണ്ണിപ്പറമ്പ്, സങ്കേതം, ചൂലൂർ, കണ്ണിപ്പറമ്പ്, കുറ്റിക്കടവ്, ചെട്ടിക്കടവ്, ചെറുപ്പ, മണന്തലക്കടവ് റോഡുകൾ എന്നിവ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. മാവൂർ കൂളിമാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തെങ്ങിലക്കടവ്, വില്ലേരിത്താഴത്ത് വീടുകളിൽ കുടുങ്ങിയവരെ ബോട്ടുകൾ ഉപയോഗിച്ചാണ് മെയിൻ റോഡിലെത്തിച്ചത്. ദുരന്ത നിവാരണ സേനയും വിവിധ സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. മാവൂർ വില്ലേരിയിൽ മരണപ്പെട്ട വൃദ്ധന്റെ മൃതദേഹം ബോട്ട് മാർഗമാണ് സന്നദ്ധ പ്രവർത്തകർ കണ്ണിപ്പറമ്പിൽ എത്തിച്ചത്. രാത്രിയോടെ ജലനിരപ്പ് അല്പം താഴ്ന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. എളമരം പാലത്തിന് സമീപം പോലീസ് വാഹനങ്ങളെ നിയന്ത്രിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മാവൂരിന്റെ സമീപത്തുള്ള ചാലിയാറിലോ ഇരുവഴിഞ്ഞിയിലോ ചെറുപുഴയിലോ ഏതെങ്കിലും ഒന്നിൽ തന്നെ വെള്ളം കയറിയാൽ ഈ പ്രദേശങ്ങളിൽ വെള്ളം വീണ്ടും കയറാനുള്ള സാധ്യതകളുണ്ട്. ഖഡോഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.